പ്രൈസറോ കർത്താവിനെ ദിവസമായി നാം വാഴ്ത്തപ്പെടണം. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രഹസ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുവിന്റെ വലിയ നാമത്തിന്റെ സ്നേഹമുണ്ട്. അല്പസമയത്തെ ദൈവനെ ചിന്തയ്ക്കാൻ വേണ്ടി ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. 27-ാം സങ്കീർത്തനം അതിന്റെ 3-ാമത്തെ വാക്യം. ഒരു സൈന്യം എന്റെ നേരെ പാളയിറങ്ങിയാൽ എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയനായിരിക്കും. പ്രൈസറോ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല തിരുവെഴുത്താണ്. ശക്തമായ ധൈര്യം നൽകുന്ന, ഹൃദയത്തിൽ നല്ല ദൃഢത നൽകുന്ന, ഉറപ്പ് നൽകുന്ന അതിശ്രേഷ്ഠമായ ഒരു വചനമാണ് ഇത് വായിച്ചത്. ഒരു സൈന്യം എൻ്റെ നേരെ പാളയിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയനായിരിക്കും. എത്ര ചങ്കൂറ്റത്തോടുകൂടെയാണ് സങ്കീർത്തനക്കാരൻ ഈ വാക്യം പറയുന്നത് ഓർത്തിട്ട് വേണം ഞാൻ നിങ്ങൾ വചനം വായിക്കാൻ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്ന് പറയുന്നത് പ്രശ്ന സങ്കീർണമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരാണ്. വലിയ ഭയപ്പെടുന്ന അനുഭവങ്ങളും യുദ്ധസമാനമായ ജീവിത സാഹചര്യം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. അതിനെയൊക്കെ തരണം ചെയ്ത് ജീവിക്കുവാൻ ഭയമില്ലാത്തൊരു ഹൃദയം ആവശ്യമാണ്. ശത്രു വരുന്ന ഒരു സൈന്യം എന്ന നിലയിലായിരിക്കും. ഹല്ലേലൂയ. നമ്മുടെ സാധാരണ ചിന്ത കൊണ്ട് ബുദ്ധി കൊണ്ടൊന്നും നമുക്കതിനെ തടയുവാൻ കഴിയില്ല. പിന്നെ എന്ത് ചെയ്യണം? നാം ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ മാത്രമേ നമുക്കതിനെ തരണം ചെയ്യുവാനും ജയിക്കാനും കഴിയൂ. എന്ന് പറഞ്ഞാൽ ഭയപ്പെടാതെ ഹൃദയമുള്ളവരാണ് ഭാഗ്യവാന്മാർ. ഭയമുള്ള ഹൃദയം എന്ന് പറയുന്നത് എപ്പോഴും പരാജയമായിരിക്കും. അവർക്ക് ഉന്നതിയിലേക്ക് ഉയർച്ചയിലേക്ക് വരാൻ പറ്റത്തില്ല. എന്നാൽ ഭയമില്ലാത്ത ഹൃദയം അവർ ഭാഗ്യശാലികളായി മാറും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്നെ ഭയപ്പെടുത്തുന്ന അനുഭവങ്ങളുണ്ടല്ലോ, നിന്റെ ജീവിതത്തെ തകർത്ത് കളയുന്ന, നിന്റെ കുടുംബത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ശത്രു സൈന്യത്തെ, അതിനെ കടന്ന് ഹൃദയം ഭയപ്പെട്ടു പോകേണ്ടത്. ഹൃദയം ഭയപ്പെടാത്ത ഹൃദയമായിരിക്കണം. അവർ സിംഹത്തെ പോലെ ധൈര്യമുള്ളവരായിരിക്കും. ഭയപ്പെടാത്ത ഹൃദയമുള്ളവർ സിംഹത്തെ പോലെ ധൈര്യമുള്ളവരായിരിക്കും. കാട്ടിലെ സിംഹം നമുക്കറിയാം, മൃഗങ്ങളുടെ രാജാവാണ്. എന്നാൽ കാട്ടിലെ ഏറ്റവും വലിയ മൃഗം എന്ന് പറഞ്ഞ ആനയാണ്. അത്രയും വലിപ്പമുള്ള ആന ഈ സിംഹത്തിന്റെ അരിക്കൽ കൂടെ കടന്നു പോലെ സിംഹം അതിനെ വേട്ടയാടുമ്പോൾ ഇരപിടിക്കുമ്പോൾ സിംഹത്തിന്റെ ഹൃദയം ഭയപ്പെടത്തില്ല. സിംഹത്തിന്റെ ഹൃദയം ഭയപ്പെട്ടാൽ ഈ ആനയെ വേട്ടയാടിപ്പിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? സിംഹത്തിന്റെ ഹൃദയം ഭയമില്ലാത്തതാണ്. എന്ന് പറഞ്ഞ പോലെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, യഹൂദാ ഗോത്രത്തിൽ സിംഹമായവന്റെ മക്കൾ ഭയപ്പെടാത്ത ഹൃദയമുള്ളവരായിരിക്കണം. രക്തം ചെയ്യും. ഭയപ്പെടാത്ത ഹൃദയമുള്ളവരാണെങ്കിൽ നിന്നെ പരാജയപ്പെടുത്തുവാൻ ഒരു ശക്തിക്കും കഴിയില്ല. ശ്രോതാവേ, രക്തം ചെയ്യും. ഈ പ്രഭാതത്തിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരുടെ ദൈവത്തിന്റെ പരിശുദ്ധമായ ശക്തമായി ദൂത് പറയുന്നത്, കഴിഞ്ഞ കാലങ്ങളിൽ നീ പലതിനെ കുറിച്ചും ചിന്തിച്ചും വിചാരപ്പെട്ടും നിന്റെ ഹൃദയം ഭയപ്പെട്ടിരിക്കുക. നിന്റെ ഹൃദയം ഭയപ്പെട്ടിരുന്നാൽ നീ പരാജയപ്പെട്ടു പോകും. ഹല്ലേലൂയ. നിന്റെ ഹൃദയം ഭയപ്പെടാത്ത ഹൃദയമായിരിക്കണം. നീ സിംഹത്തെ പോലെ ധൈര്യമുള്ളവനായിരുന്നാൽ നിനക്ക് മുമ്പിൽ നിൽക്കുന്ന വെല്ലുവിളികളെ നീ ജയിക്കും. രക്തം ചെയ്യും. വിശ്വസിച്ച് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാണ്. ഈ പ്രഭാതത്തിൽ ഭയപ്പെട്ട് പലരും ഭവനത്തിലിരിക്കുന്നുണ്ട്. ജോലി മേഖലയിൽ ഭയപ്പെട്ടിരിക്കുന്നുണ്ട്. ബിസിനസ്സിൽ ഭയപ്പെട്ടിരിക്കുന്നുണ്ട്. നാളെ എന്ത് ചെയ്യുമെന്നൊക്കെ ഓർത്ത് ഹൃദയം കലങ്ങിയിരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നത്, നീ സിംഹത്തെ പോലെ ഭയമില്ലാത്തവനായിരിക്കണം. ഭയമില്ലാത്തവനായിരിക്കണം. ഭയമില്ലാത്ത ഹൃദയം നിനക്ക് വേണം. അതുകൊണ്ട് സംഗീതക്കാരൻ പറയുന്നത്, ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാൽ ഞാൻ നിർഭയനായിരിക്കുമെന്ന് ഈ മനുഷ്യൻ പറയുന്നത് അതുകൊണ്ടാണ്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ പരാജയത്തിൽ തളർന്നു പോകരുതെന്നാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. പരാജയത്തിൽ നിങ്ങൾ തളർന്നു പോകരുത്. പരീക്ഷയിൽ നിങ്ങൾ തകർന്നു പോകരുത്. നിങ്ങളുടെ ഹൃദയം ധൈര്യമുള്ളവരായിരിക്കണം. പരീക്ഷകൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരാം. പരാജയങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരാം. നിന്നെ തകർക്കുവാൻ വലിയ കൂട്ടം ശക്തികൾ നിന്റെ കുടുംബത്തിൽ തന്നെ എഴുന്നേക്കാം. ഹല്ലേലൂയ. നിന്റെ ജോലി മേഖലയിൽ നിന്നെ തകർക്കുവാൻ, നിന്റെ ബിസിനസ് നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ പലരും നിനക്കെതിരെ ശക്തമായി എഴുന്നേറ്റേക്കാം. പക്ഷേ നീ പരാജയപ്പെടരുത്. നിന്റെ ഹൃദയം നീ തളർന്നു പോകരുത്. നിന്റെ ഹൃദയം തളർന്നു പോകരുത്. നീ കർത്താവിൽ ആശ്രയിച്ച് ദാവീദിനെ പോലെ മുന്നേറണം. കർത്താവിൽ ആശ്രയിച്ചിട്ട് ദാവീദിനെ പോലെ മുന്നേറണം. നിന്നെ പരാജയപ്പെടുത്തുവാൻ ആളുകൾ വരുമ്പോൾ, സൈന്യം വരുമ്പോൾ, ശത്രു വരുമ്പോൾ,
നിന്നെ ക്ഷീണിപ്പിക്കാൻ വരുമ്പോൾ നീ പറയണം, ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല, നീ വെല്ലുവിളിച്ച് പറയണം. സാത്താനെ വെല്ലുവിളിക്കേണ്ട അധികാരം വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്കുണ്ട്. നമ്മൾ വെല്ലുവിളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഭവനത്തിലെ അപ്പനോടും അമ്മയോടും ആകരുത് വെല്ലുവിളിക്കുന്നത്, നമ്മുടെ സഹോദരനും സഹോദരിയോടും ആകരുത് വെല്ലുവിളിക്കുന്നത്, ഭാര്യയോടും ഭർത്താവിനോടും ഭർത്താവ് ഭാര്യമാർ തന്നെ ആകരുത് വെല്ലുവിളി. ഞാൻ ഒരുപാട് ഭവനത്തിൽ ചെല്ലുമ്പോൾ പരസ്പരം വീട്ടിനകത്തുള്ളവർ നമ്മളെ വെല്ലുവിളിക്കുന്നത്. പണ്ട് കാലത്ത് എൻ്റെ ജീവിതം അങ്ങനെയായിരുന്നു. പണ്ട് കാലം ഞാൻ പക്ഷേ യേശുവിനെ അറിഞ്ഞപ്പോൾ, കർത്താവിൽ വീണ്ടെടുപ്പ് പ്രാപിച്ചപ്പോൾ, ഞാൻ എൻ്റെ ജഡരക്തങ്ങളോടല്ല വെല്ലുവിളിക്കുന്നത്, ജഡരക്തങ്ങളെ കൊണ്ട് പ്രശ്നം ഉണ്ടാക്കുന്ന സാത്താനെയാണ് വെല്ലുവിളിക്കുന്നത്. ഞാൻ പറയും, സാത്താനെ, നിനക്ക് എൻ്റെ മേൽ ആധിപത്യമില്ല. യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ഞാൻ ദൈവത്തിന്റെ മകനാണ്. എൻ്റെ ഹൃദയം ഭയപ്പെടുത്തുകയില്ല. ഒരു സൈന്യമായി നീ എഴുന്നേറ്റ് വന്നാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. ഞാൻ പിശാചിനോട് പറയും. ഒരു പിശാചിന് എന്നെ പേടിയാണ് കേട്ടോ. പിശാചിന് എന്നെ പേടിയാണ്. എനിക്ക് പിശാചിനെ പേടിയില്ല, പിശാചിന് എന്നെ പേടിയാണ്. പലർക്കും പിശാചെന്ന് പറയുമ്പോൾ പേടിയാണ്. സാത്താൻ എന്ന് പറയുമ്പോഴത്തേനും ആമി മുട്ടുകാല് വിറയ്ക്കും. അല്ലേ? ചിറക്ക് സാത്താൻ എന്ന് പറയും. പിശാചെന്ന് പറയുമ്പോൾ രാത്രി കാണുമ്പോൾ, ഇരുള് കാണുമ്പോൾ, ലൈറ്റ് ഒന്ന് അണയുമ്പോഴൊക്കെ ഭയമാണ്. നീ ഭയപ്പെടും. വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ പേരെ നീ ഭയപ്പെടും. നിനക്ക് എതിരാളികളുണ്ട് ഒരുപാട്. എതിരാളികളില്ലാതെ നിനക്ക് ഒരു കാലഘട്ടത്തിനും ജീവിക്കാൻ കഴിയത്തില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് എതിരാളികളുണ്ട്, ഒരുപാട് ശത്രുക്കളുണ്ട്. നിന്നെ എടുത്തോളാം, നിന്നെ കണ്ടോളാം, നിന്നെ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന അനവധി ആളുകളുണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ വന്നതുപോലെ പോകത്തില്ല, നീ ഞങ്ങളുടെ നോട്ടപ്പുള്ളിയാണെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ ചേട്ടാ, ഒരു സൈന്യം എൻ്റെ നേരെ പാളയിറങ്ങി ഭയപ്പെടുകയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്ന സത്യവേദ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ ഏരിയ എനിക്ക് യുദ്ധം നേരിട്ട് നിർഭയനായിരിക്കുമെന്ന് എനിക്ക് മുമ്പേ കടന്നുപോയ ശക്തനായ ദൈവത്തിന്റെ ദാസൻ, ഇസ്രായേലിന്റെ രാജാവായിരുന്ന ദാവീദ് എഴുതിയ പുസ്തകത്തിൽ കിടപ്പുണ്ട്. എന്നോയ്ക്ക് ദൈവം തന്നിരിക്കും ഉറപ്പിന്റെ വചനം. അതുകൊണ്ട് നിങ്ങൾ ഈ ഓലപ്പാമ്പ് ഇട്ട് ഓടിച്ച് വിരട്ടി കാണിച്ച് ഞാൻ ഓടിപ്പോകത്തില്ല. അല്ലെങ്കിൽ എന്നെ ഓടിക്കുമെന്ന് പറഞ്ഞൊരു അവസാനം പരാജയപ്പെട്ടു. അത് നിന്നെ ഓടിക്കുമെന്ന് പിശാച് പറഞ്ഞാൽ നീ അവിടെയാണ് ജയിച്ച് കാണിക്കരുത്. ലേറിയ നിന്നെ തകർക്കും എന്ന് പറയുമ്പോൾ നീ അവിടെ ജയിച്ച് കാണിക്കണം. അല്ലേറിയ പ്രത്യേകിച്ച് കുടുംബത്തിനകത്ത് തന്നെ. അല്ലേറിയ കുടുംബത്തിനകത്ത് അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും അമ്മായിയമ്മയും മരുമോളും തമ്മിലുണ്ടാകുന്ന പ്രശ്നത്തിനകത്ത് കുടുംബത്തെ ചിന്ന ഭിന്നമാക്കി കളയുവാൻ പിശാച് പദ്ധതി കൊണ്ടുവരും. എൻ്റെ ഏരിയ അതിൻ്റെ തടവിൽ നിങ്ങൾ ധൈര്യം പ്രാപിക്കണം. ഫ്രൈസർ, നീ തകരുവാനല്ല, തളരുവാനല്ല, പരാജയപ്പെടുവാനല്ല, പരീക്ഷകൾ മുമ്പിൽ അടിപതറിപ്പോകാനല്ല ദൈവം നിന്നെ വിളിച്ചത്. സകലത്തിന് മുമ്പിൽ ജയിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എൻ്റെ കർത്താവ് ജയാളിയാണ്. അവൻ പാതാളത്തെയും മരണത്തെയും ജയിച്ചവനാ, സാത്താനെ ജയിച്ചവനാ. പഴയ പാമ്പും മഹാസർപ്പമായിരിക്കുന്ന സാത്താനെ, പിശാചിനെ ജയിച്ചവനെ യേശുവാണ്. പാതാളത്തിന്റെയും മരണത്തിന്റെയും താക്കോൽ യേശുവിന്റെ കൈവശമുണ്ട്. അവൻ ജയാളിയായി പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നുണ്ട്. അങ്ങനെ ജീവനുള്ള ജയാളിയായി ഒരു കർത്താവ് ഇരിക്കുന്നവരൊക്കെയുള്ളപ്പോൾ ഹല്ലേലൂയ, ആരെ നീ ഭയപ്പെടണം? സഹോദരി, നീ ആരെ ഭയപ്പെടണം? നിയമത്തെ ഭയപ്പെടണം. നീ നിയമത്തെ ഭയപ്പെടരുത്. അപ്പൊ നിങ്ങൾ ഒരു നിയമത്തെ ഭയപ്പെടുകയും ചെയ്യും. നിയമത്തെ എന്ന് പറഞ്ഞ് നിനക്കെതിരെ കടന്നൊരു നിയമങ്ങളുണ്ട്. രാജ്യത്തിന്റെ നിയമങ്ങൾ, സംസ്ഥാനത്തെ നിയമങ്ങൾ, നിങ്ങൾ നിൽക്കുന്ന ഗ്രാമത്തിലെ നിയമം പാലിക്കാൻ നിങ്ങൾ വിശ്വസനാണെങ്കിലും നിനക്കെതിരെ കടന്നു വരുന്ന ചില ദുർനിയോഗ നിയമങ്ങളുണ്ട്. അല്ലെങ്കിൽ നിനക്കെതിരെ താമി കെട്ടിപ്പടുത്ത് ഉയർത്തുന്ന ചില നിയമങ്ങളുണ്ട്. അതിനും നീ ഭയപ്പെടണ്ട. എന്താ പറയുക, നീ അവരുടെ എതിരിടണ്ട. വചനത്തെ നീ ആശ്രയിക്കണം. ദാവീദിന് വലിയ പോരുകളാണ്, പോരാട്ടങ്ങളാണ്. പക്ഷേ ഈ ഭക്തൻ പറയാൻ, ഞാൻ നിർഭയനായിരിക്കും. അതെ, നീ ഏത് സമയത്ത് നിർഭയനായിരിക്കണം. അതാണ് വചനം പറയും. ഈ വചനത്തിന്റെ അടിസ്ഥാനങ്ങൾ നോക്കുമ്പോൾ 27:3 രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ, സംഗീത 22 വാക്യം വായിക്കുമ്പോൾ, എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ദാവീദ് പറയാണ്, എന്റെ വൈരികളും ശത്രുക്കളും. ആരാ വൈരികളും ശത്രുക്കളും? നിനക്കില്ലേ വൈരികളും ശത്രുക്കളും? നിന്റെ ജീവിതത്തിൽ എത്ര വൈരികളും ശത്രുക്കളും ഉണ്ട് സഹോദര സഹോദരി? അല്ലേരിയ എന്നെ കേൾക്കുന്ന യുവതീവാക്കന്മാർ, വൈരികളും ശത്രുക്കളും നിനക്ക് നേരെയുണ്ട്. അപ്പൊ അവരെന്തിനു? നിന്റെ മാംസം തിന്നുവാൻ, നിന്റെ ശരീരത്തെ ഒടുക്കുവാൻ, നിന്നെ തകർക്കുവാൻ. മൃഗങ്ങളെ വേട്ടയാടി, മനുഷ്യനെ വേട്ടയാടി, അവരുടെ മൃഗങ്ങൾ അവരുടെ ശരീരത്തെ, മാംസത്തെ ഭക്ഷിക്കുന്നത് പോലെ നിന്നെ നശിപ്പിക്കുവാൻ ചില കാട്ടുമൃഗത്തിന് സമാനമായ സാത്താന്യ ശക്തികൾ മനുഷ്യരിലേക്ക് വ്യാപരിക്കുന്നു. എന്നിട്ട് അവർ വരുന്നത് നിന്റെ മാംസം തിന്നുവാൻ വരുന്ന മൃഗത്തെ പോലെ നിനക്ക് വൈരികളും ശത്രുക്കളും ഉണ്ടാകും.
അല്ലേ? അപ്പൊ അവിടെ ദാവീദ് പറയാ, എന്റെ വൈരികളും ശത്രുക്കളും ദുഷ്കർമ്മികളുമായിരിക്കും. ദുഷ്കർമ്മി എന്ന് പറയുന്ന വാക്കിന് പ്രത്യേകിച്ച് വ്യാഖ്യാനം വേണ്ട, കാരണം അവൻ അത്ര പതിച്ചവനാ. അല്ലേ? ദുഷ്കർമ്മികൾ അല്ലേ? ആ ദുഷ്കർമ്മി അവർ എന്നാലും അല്ലേ ദുഷ്കർമ്മികൾ അമ്മ എന്റെ മാംസത്തില് എന്നോട് അടുത്ത് വരുമ്പോൾ അല്ലേ അടുക്കുമ്പോൾ ഞാൻ ഇടറി വീഴുമെന്നു അല്ലേ? എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. നീ ഇടറി വീഴുമെന്നല്ല, അവരെ ദുഷ്കർമ്മികളും വൈരികളും ശത്രുക്കളും ഇടറി വീഴുവാണ്. കാരണം നീ ദൈവത്തിന്റെ വൈരാ, കർത്താവിന്റെ രക്തം കൊണ്ട് നീ വീണ്ടെടുക്കപ്പെട്ടവനാണ്. പണ്ട് നീ ലോകത്തിലായിരുന്നു, പണ്ട് നീ ലോകത്തിൽ ആശ്രയിച്ചു, പണ്ട് നിന്നെ നടത്തിയത് സാത്താനാ. അവനും അവന്റെ അനുയായികളും നിനക്ക് മേൽ ആധിപത്യം പുലർത്തിയിരുന്നു. എന്നാൽ സാത്താന്റെ കയ്യിൽ നിന്ന് ദൈവം നിന്നെ വിളിച്ചു വേർതിരിച്ച്, പാപത്തിൽ നിന്നെ വിളിച്ചു വേർതിരിച്ച് അപ്പാവി എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ ദൈവം നിന്റെ ഉള്ളിൽ പകർന്നു കഴിഞ്ഞപ്പോൾ നീ ദൈവത്തിന്റെ സ്വന്തമായി മാറി. യേശുവിന്റെ സ്വന്തമാണ് നീ. അതുകൊണ്ട് നിന്നെ തകർക്കുവാൻ വൈരികളും ശത്രുക്കളും ദുഷ്കർമ്മികളും അടുത്തു വരുമ്പോൾ, നിന്റെ മാംസം തിന്നുവാൻ അവർ അടുത്തു വരുമ്പോൾ എന്ത് ചെയ്യും? ശത്രുക്കൾ ഇടറി വീഴും. നിന്റെ മേലുള്ള അഭിഷേകം അവിടെ തെളിയുന്നത്. പ്രൈസലോ, നിന്റെ മേൽ അഭിഷേകമുണ്ടെങ്കിൽ നീ അഭിഷേകത്തിൽ നിൽക്കണം കേട്ടോ. രക്തം ചെയ്യാം. നിന്റെ മേൽ അഭിഷേകം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ്, ദൈവകൃപ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നാനാവശത്തുനിന്ന് പിശാച് എഴുതേക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ തകർന്നിരിക്കുന്ന ജീവിതങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ദൂത്, നിന്റെ മേലുള്ള അഭിഷേകത്തിന്റെ സാന്നിധ്യം വെളിപ്പെടണം. അല്ലേ? അപ്പൊ ഇവിടെ പറയുന്നത് എന്ന് പറഞ്ഞാൽ സ്വന്തം വിരോധികളുടെ ബാഹുല്യം, അവരുടെ ക്രൂരതയും അവരുടെ ശക്തിയും അവരുടെ സ്വഭാവവും ഇവിടെ ഈ രണ്ടാം വാക്യത്തിൽ വിശദീകരിക്കുകയാണ്. അല്ലേ? പക്ഷേ അതിൻ്റെ രക്ഷയുടെ സംരക്ഷണം നിനക്കുണ്ട്. അല്ലേ? വൈരികളും ശത്രുക്കളും ദുഷ്കർമ്മികളും നിനക്ക് നേരെ വരുമ്പോൾ, നിന്റെ മാംസം നിന്നെ വരുമ്പോൾ, രക്ഷയുടെ സംരക്ഷണമായി ദൈവം നിനക്ക് ചുറ്റും കോടാനുകൂടി ദൂതന്മാരെ പാളയം ഇറക്കും. അല്ലേ? അവിടെ നമ്മൾ സംഗീതത്തിലൊക്കെ വായിക്കുന്നത്, യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങി വിടിവിക്കുന്നുവെന്ന് 34 സംഗീതം വായിക്കുന്നില്ലേ? അത് ദൈവത്തിന്റെ ദൂതന്മാർ നിനക്ക് ചുറ്റും പാളയം ഇറങ്ങി നിന്റെ കുടുംബത്തെയും സൂക്ഷിക്കും. നിന്റെ വീട്ടിൽ നിറക്കത്തില്, പട്ടണം കാണിക്കത്തില്ല, ദേശം കാണിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിരിക്കുന്ന ചില വ്യക്തികളോട് നീ പറയണം. അല്ലേലൂയ, എന്നെ ഒരു ചുക്കം ചെയ്യാൻ കഴിയുമെന്ന് പറയണം. അങ്ങനെയൊക്കെ പറയില്ലേ? അല്ലേ? ഞാൻ പലപ്പോഴും പലരോടൊക്കെ എന്നെ വെല്ലുവിളിക്കുന്നവർ പറയാറുണ്ട്, നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഒത്തിരി പേരോട് നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ഞാൻ പലരോടും പറയുന്നുണ്ട്. അല്ലേലൂയ. അപ്പൊ ഇവിടെ നമുക്കറിയാം സ്തോത്രം. അല്ലേ? അതുകൊണ്ട് 3-ാം വാക്യം, ക്രിസ്തീയ സമാധാനം പ്രശ്നങ്ങളെ ശാന്തമായി സമീപിക്കുന്നതിനും പീഡനങ്ങളെ സമചിത്തതയോടെ സഹിക്കുന്നതുമാണ്. ക്രിസ്തീയ വിശ്വാസം, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പ്രശ്നങ്ങളെ പ്രശ്നങ്ങളെ ശാന്തമായി കാണണം. അല്ലേലൂയ. പീഡകളെ എന്ത് ചെയ്യണം? സമചിത്തതയോടെ സഹിക്കണം. പ്രൈസലോ. അതാണ് നമ്മൾ ചെയ്യുക. അതുകൊണ്ടാണ് ഏലിശയുടെ ജീവിതത്തിൽ അത് കാണാൻ കഴിയും. ഏലിശയ്ക്ക് ചുറ്റും അല്ലേലൂയ അരാം സൈന്യം പാളയം ഇറങ്ങി. അല്ലേലൂയ. നമ്മൾ വാക്യം വായിക്കുന്നുണ്ട്. അല്ലേലൂയ. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ കാണും. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 16-17 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അതിനവൻ പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവൻ അല്ലേലൂയ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. പിന്നെ എലീശ പ്രാർത്ഥിച്ച്, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ഭാര്യക്കാരന്റെ കണ്ണ് തുറന്നു. എലീശയുടെ ചുറ്റും അതിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് കണ്ടു. അല്ലേലൂയ. എന്ന് പറഞ്ഞാൽ സ്വർഗീയ സൈന്യവും അരാം സൈന്യം വന്ന് എലീശ ഏതെങ്കിലും വിധത്തിൽ നിർമൂലമാക്കുവാൻ വേണ്ടിയുള്ള എല്ലാ പദ്ധതികളും വെച്ചുകൊണ്ട് വളഞ്ഞിരിക്കുമ്പോൾ എലീശയുടെ ശിഷ്യൻ ഇത് കണ്ട് ഭയപ്പെട്ടു പോയി. ഏലിശയുടെ ശിഷ്യൻ വന്ന് ചോദിച്ചു, യജമാനെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? അരാം സൈന്യം വന്ന് നിറഞ്ഞു കഴിഞ്ഞ് ഇനി നമ്മൾ തകർന്നില്ലേ? അപ്പോഴാണ് ഏലിശയുടെ ഒറ്റ പ്രാർത്ഥന, അല്ലേലൂയ, അതിനവൻ പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവൻ അല്ലേലൂയ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികമാണ്. അതേ സ്നേഹിത, നമ്മോട് കൂടെയുള്ളവൻ ലോകത്തിലുള്ള സാത്താനേക്കാൾ വലിയവനാ. ലോകത്തിലുള്ള സാത്താന് ശക്തികൾ പരാജയപ്പെടും. ലോക സൈന്യങ്ങൾ പരാജയപ്പെടും. അവരൊരു സൈന്യമായി വന്നാലും പരാജയപ്പെടും. പക്ഷെ നിന്റെ ഉള്ളിലുള്ളവൻ അല്ലേലൂയ അവൻ പരാജയപ്പെടുന്നവനല്ല, അവൻ ജയിച്ചവനാ. കല്ലറകളെ ജയിച്ചവനാ, മരണത്തെ ജയിച്ചവനാ.
അവനെ കാരിലും പാണിയാൽ ഒതുക്കാൻ കഴിയത്തില്ല. അവന്റെ തലയിൽ മുൾക്കിരീടം വടിച്ചിറക്കി അവന്റെ സുബോധത്തെ കെടുത്തിക്കളയാൻ കഴിയില്ല. അവന്റെ വിലാപ്പുറം കൊത്തി തുറന്നത് കൊണ്ട് എന്നേക്കും അവനെ ഈ ഭൂമി നിർമൂലം ചെയ്ത് കല്ലറയ്ക്കകത്ത് ഒതുക്കുവാൻ യേശുവിനെ കഴിയില്ല. അവൻ ഏത് സാഹചര്യത്തിൽ ജയിച്ചവനാ. അതുകൊണ്ട് പുതിയ നിയമസഭയോട് പറയട്ടെ, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളതിനേക്കാൾ വലിയനാണെന്ന് ഒന്നിയോഹന്നാന്റെ പുസ്തകം 4:7 കാണുന്നുണ്ട്. യേശുവിന്റെ ബന്ധം ചേർത്ത് പഠിക്കുമ്പോൾ നീ എന്തിനു ഭയപ്പെടണം? നീ ഭയപ്പെടരുത്, എഴുന്നേക്കണം. ഹല്ലേലൂയ. ഏലിയാവിനെ സംബന്ധിച്ച് ഒരു കെരുത്ത് തൊട്ടുകൊണ്ട് അവസാനിക്കുന്ന ഹല്ലേലൂയാവിന്റെ ജീവിതം ഒരു സാരാഫത്ത് കൊണ്ട് തീരുന്നതല്ല. ഖെരീത്തിലെ വെള്ളം പറ്റിയാൽ ഒരു സാരാഫത്തുണ്ട്. സാരാഫത്ത് ഒരു ചൂരച്ചുടി തണലിൽ കിടന്ന് ഉറങ്ങാൻ ശ്രമിച്ചാലും അവിടെ നിന്റെ പരാജയമല്ല. നിന്നെ തളർത്തുവാൻ ആഹാബ് രാജാവ് ഇസബേലും കൂടി എഴുന്നേറ്റാലും അവിടെ നിന്നും ദൈവത്തിന്റെ ആത്മാവ് നിന്നെ തട്ടി ഉണർത്തി എഴുന്നേൽപ്പിച്ചു പറയും, നിനക്ക് ദൂരെ യാത്രയുണ്ടെന്ന് ഏലിയാവിനോട് പറഞ്ഞതുപോലെ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിനക്കെതിരെ ഒരു സൈന്യമായിട്ട് എല്ലാവരും കടന്നു വരും. ഈശ്വരോ, ഒരു സൈന്യമായി കടന്നു വന്നാലും നീ അടിപതറി പോകരുത്. നീ വിശ്വാസത്തിന്റെ തീഷ്ണതയിൽ ഉറച്ചു നിന്നുകൊണ്ട് സാത്താനെ നീ വെല്ലുവിളിക്കണം. ഈശ്വരോ, സാത്താനെ വെല്ലുവിളിക്കണം. അല്ല, സാത്താൻ എന്ന് പറയുമ്പോൾ പേടിച്ചു പോകരുത് കേട്ടോ. നിങ്ങൾ സാത്താൻ എന്ന് പറയുമ്പോൾ എന്തിനാ പേടിക്കുന്നേ? അവനെ നിങ്ങൾ സാത്താനെ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ കണ്ടിട്ടില്ല, പിന്നെ നിങ്ങളെ പേടിക്കുന്നത്. നിങ്ങൾ കണ്ടവനെ നേരിട്ട് നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളവനെ നിങ്ങൾ പേടിച്ചാൽ പോരെ. നിങ്ങളുടെ കണ്ണുകൊണ്ട് നേരിട്ടാൻ കഴിയുന്ന സാത്താന്റെ രൂപമുള്ള, സാത്താന്റെ ഭാവമുള്ള, സാത്താന്റെ സ്വഭാവമുള്ള, സാത്താന്റെ പ്രകൃതിയുള്ള മനുഷ്യനെ നിങ്ങൾ കാണുന്നത്. കാരണം അല്ലെങ്കിൽ സാത്താൻ ഒരു മനുഷ്യനിലേക്കാണ് വ്യാപരിക്കുന്നത്. അവന്റെ ഊടും ഭാവവും അവന്റെ നിറവും വർണ്ണവും അവന്റെ പ്രവൃത്തിയും ചിന്തകളും വാക്കുകളും എല്ലാം ഈ സാത്താൻ ഒരു മനുഷ്യനിലേക്ക് കടത്തിവിടും. ആ മനുഷ്യനാണ് നിനക്കെതിരെ കടന്നു വരുന്നത്. ഹല്ലേലൂയ. അല്ലാതെ സാത്താനെ നീ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല. സാത്താന്റെ സ്വഭാവം ധരിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. സാത്താൻ താനും വിളിച്ചു ധരിക്കുന്ന പറഞ്ഞവരെ അങ്ങനെയൊക്കെ പലരും നിനക്കെതിരെ കടന്നിട്ടു. അവരെ കണ്ട് നീ ഭയപ്പെടണ്ട. നീ പറയണം, നിനക്കെതിരെ സൈന്യം പറയണം, ഒരു സൈന്യം എന്റെ നേരെ പാളയം ഞാൻ ഭയപ്പെടുകയില്ലെന്ന് പറയണം. പറയാൻ ചങ്കൂറ്റം വേണം കേട്ടോ, അവിടെ ധൈര്യം വേണം. അതിനുള്ള ചങ്കൂറ്റം ധൈര്യം വേണമെങ്കിൽ നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിലൂടെ വീണ്ടും ജനനം പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം ഞാൻ സ്നാനത്തെക്കുറിച്ച് ഒരു പോസ്റ്റ് ഫേസ്ബുക്കിലിട്ടു. പല പ്രാവശ്യം ഇട്ടു, മിക്കവാറും ഇട്ടു. അല്ലേ? അപ്പോഴെല്ലാം പലരും എന്നെ ചീത്ത വിളിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ചോദിച്ചു, ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റതാണ്. സ്നാനപ്പെടാതെ സ്വർഗത്തിൽ പോകാൻ പറ്റുമോ എന്ന്. വലിയൊരു പെന്തക്കോസ്തിന്റെ സഭയുടെ പാസ്റ്റർ ചോദിച്ചു, ആ യേശുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചാൽ മതി. ഒരു പരിഹാസ വാക്കുകൾ. അങ്ങനെ എന്റെ സഹോദരൻ, നീ വേദപുസ്തകം വായിക്കണം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 18-19 വാക്യം വായിക്കണം. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ ഉപദേശിപ്പാൻ നിങ്ങൾ പ്രമാണിച്ചുകൊണ്ട് സകല ജാതിയിൽ ശിഷ്യരാക്കൾ കർത്താവ് ശിഷ്യന്മാർ കൊടുത്ത അന്ത്യകൽപ്പനയുണ്ട്. പിന്നെ യേശുവിന്റെ മാത്രം നാമത്തിൽ സ്നാനം കഴിപ്പിച്ചാൽ മതി എന്ന് ചോദിക്കുന്ന ഒരു പരിഹാസമല്ലേ? അല്ലല്ലേ? ഞാൻ കുത്തിത്തിരിപ്പുണ്ടാകാൻ വേണ്ടിയാണ് വാക്യം വിട്ടതല്ല. ഈ കാലഘട്ടത്തിൽ ഈ ഭൂമിയെ ജയിക്കണമെങ്കിൽ, ഇവിടുത്തെ സാത്താനിശ്ചയത്തെ ജയിക്കണമെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കൾ സ്നാനപ്പെടുന്ന ദൈവം കാണിച്ചതെന്ന് മാതൃകയാണ്. അല്ലേ? എന്നെ നിങ്ങൾ വെല്ലുവിളിക്കരുത്. വചനത്തെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ വേണ്ടത് വെക്കണം. അത് പറയുന്നതിന് വെല്ലുവിളിക്കരുത്. നിങ്ങൾ വെല്ലുവിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങൾ തിരിച്ചു പ്രതികരിക്കാത്തതുകൊണ്ട്. ഞങ്ങൾക്ക് തിരിച്ചു പ്രതികരിക്കാനും പറ്റത്തില്ല. കർത്താവിനെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ, നിന്റെ ഒരു ചെവിയുടെ തടിച്ച മറ്റേ ചെവി കാണിച്ചു കൊടുക്കുന്ന കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അടിപതറി പോയത് കൊണ്ടല്ല, പരാജയപ്പെട്ടു പോയതുകൊണ്ടല്ല, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളുടെ പേരുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സാത്താനെയും പേടിയില്ല, ശത്രുവിനെയും പേടിയില്ല, വൈരികളെയും പേടിയില്ല, ദുഷ്കർമ്മികളെയും പേടിയില്ല. ഒറ്റ പ്രാവശ്യം ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം. ഒരിക്കൽ മാത്രമേ ഈ ഭൂമി കടന്നു പോകാൻ പറ്റുള്ളൂ. എന്നെങ്കിലും ഒരു ദിവസം മരിക്കണം, അത് ഉറപ്പാണ്. അതുകൊണ്ട് ഞങ്ങൾ ആരും ഭയപ്പെട്ട് നിൽക്കുന്നവരല്ല. ഞങ്ങൾ ദാവീദിനെ പോലാണെന്നാണ്. ഞങ്ങൾ വെല്ലുവിളിക്കും സാത്താനെ. നിനക്ക് ചുണയുണ്ട്, വാ സാത്താനെ നിങ്ങളുമായി ലേരിയ രക്തല്ലേ അല്ലേരി. അതുകൊണ്ട് നീ പതറിപ്പോകരുത്. ഇവിടെ ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ഇവിടെ അനേകർ പരാജയബോധത്താൽ പീഡിപ്പിക്കപ്പെടുക. അനേകർ പരാജയബോധത്താൽ ഭവനത്തിനകത്തും പുറത്തും ജോലി സ്ഥലത്തും സഭയിലും കുടുംബത്തിലും എല്ലാ മേഖലയും പീഡിപ്പിക്കപ്പെടുന്നു പരാജയബോധത്താൽ. അല്ലേ? എപ്പോഴും തോൽവിയെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോഴും തോൽവിയെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കും.
ഒരു കാലഘട്ടത്തിൽ എനിക്ക് എപ്പോഴും എൻ്റെ തോൽവിയെക്കുറിച്ച് മാത്രമേ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ. കാരണം ഞാൻ നോക്കുമ്പോൾ എൻ്റെ മുമ്പിലേക്ക് ഒരു വഴികളുമില്ല. എൻ്റെ മുമ്പിൽ എല്ലാ വഴികളും അടഞ്ഞ് എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ വഴികളെല്ലാം പ്രതികൂലമായതൊക്കെ എൻ്റെ തോൽവിയെക്കുറിച്ച് മാത്രമാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ എൻ്റെ തോൽവിയെക്കുറിച്ച് മാത്രം ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, തോൽവി നിന്റെ മുമ്പിലില്ല, നിന്റെ മുമ്പിൽ ജയമാണ്, നീ ജയത്തെ ചിന്തിക്കാൻ പറഞ്ഞു. ജയാളിയായി ഞാൻ നിന്റെ മുമ്പിലുണ്ടല്ലോ, അതുകൊണ്ട് നീ ജയത്തിന്റെ വാക്കുകൾ പറയാൻ പറഞ്ഞപ്പോൾ ഞാനൊന്ന് പെട്ടെന്നൊന്ന് ഒന്ന് ഒന്ന് ഉണർന്നു, അല്ലേ? അതുകൊണ്ട് ഞാനിപ്പോൾ ഒരിക്കലും പരാജയത്തെ കണ്ട് ഭയപ്പെടുന്നില്ല. അപ്പം പലരും പരാജയത്താൽ പീഡിപ്പിക്കപ്പെടുന്ന എപ്പോഴും തോൽവിയെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. പരീക്ഷ എഴുതുവാൻ കുഞ്ഞുങ്ങൾ പോയാൽ ഞാൻ തോറ്റു പോകുമോ എന്നുള്ള ചിന്തയില്ല കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതുന്നത്. ഈ പരീക്ഷ കഴിയുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര പേടിയാണ്. എന്തുകൊണ്ടാണ് ഞാൻ തോറ്റു പോകുന്നത്? പരീക്ഷ എഴുതാൻ പോകുന്നത് നീ തോറ്റു പോകുമെന്നും പറഞ്ഞല്ല നീ പോയി എഴുതേണ്ടത്. പരീക്ഷ നീ എഴുതി ജയിക്കുമെന്ന് പറഞ്ഞു പോകണം. കാരണം നമ്മൾ ജയത്തിന്റെ മക്കളാണ്. ഹല്ലേലൂയ. അവൻ വ്യാപാരത്തിൽ നഷ്ടം ഏർപ്പെട്ട നാളെ ആത്മഹത്യ അല്ലാതെ ഒന്നുമില്ല. വ്യാപാരത്തിൽ നഷ്ടം വന്നു, കടക്കണി വന്നു, നാളെ കടക്കാലം വരും, ഇനി ഈ ഭൂമി ജീവിച്ചെന്നിട്ട് കാര്യമില്ല, ആത്മഹത്യ ചെയ്താൽ മതി എന്ന് പറഞ്ഞിരിക്കുന്ന ജീവിതങ്ങളോട് പറയട്ടെ, ആത്മഹത്യ കൊണ്ടൊരു പരിഹാരമില്ല ശ്രോതാവേ. ദാവീദ് പറഞ്ഞു, ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല, എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയനായിരിക്കും. നിന്റെ വ്യാപാരത്തിൽ തകർന്നു പോയാലും, ബിസിനസ് തകർന്ന് തരിപ്പണമായാലും, കൂട്ടു പങ്കാളികൾ നിന്നെ പറ്റിച്ചാലും എവിടെ നീ തകർന്നു പോകരുത്. ആമീൻ. നിന്റെ കൃഷിഭൂമിക്കകത്ത് വെള്ളം കയറി നിന്റെ നിന്റെ വാഴത്തോട്ടം മുഴുവൻ നശിച്ചു പോയാലും, നിന്റെ കാപ്പിത്തോട്ടം, കൃഷിത്തോട്ടം, നിന്റെ കപ്പത്തോട്ടം ഒക്കെ നശിച്ചു പോയാലും നീ ഭയപ്പെടരുത്, അല്ലേ? നീ കർത്താവിനെ ആശ്രയിക്കണം. പ്രേക്ഷകർ പലരുടെയും ജീവിതം പരാജയബോധത്താൽ തകർന്നു പോയ എന്ന് പറഞ്ഞാൽ നീ അവിശ്വാസത്തിന്റെ വാക്കുകൾ സംസാരിക്കരുത്. അവിശ്വാസത്തിന്റെ വാക്കുകൾ നീ സംസാരിക്കരുത്. അവിശ്വാസത്തിന്റെ വാക്കുകൾ നീ പറയരുത്. വിശ്വാസത്തിന്റെ വാക്കുകൾ പറയണം. അല്ലേ? വിശ്വാസത്തിന്റെ വാക്കുകൾ പറയണം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തനുമായിരിക്കുന്ന യേശുവിനെ നോക്കി വേണം യാത്ര ചെയ്യുവാൻ. എബ്രായലേഖനം 12:1-2 വായിച്ചാൽ കാണാൻ കഴിയും. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തിയ യേശുവിനെ, അവനാണ് നിന്നെ വിളിച്ചത്, അവനാണ് നിന്നെ നടത്തുന്നത്, അവന്റെ കൃപയാണ് നിന്റെ മേലുള്ളത്. അതുകൊണ്ട് വിശ്വാസത്തിന്റെ നായകൻ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവനാണ് സകലത്തിനും പൂർത്തി വരുത്തുന്നവൻ. അതുകൊണ്ട് യേശുവിനെ മാത്രം നോക്കിയാൽ മതി, ലോകത്തെ നോക്കരുത്. ഹല്ലേലൂയ. നിനക്ക് ചുറ്റും നോക്കുമ്പോൾ ആമീൻ, നിന്റെ ജീവിതം ഒരുപാട് പരാജയമായിരിക്കും. ഹല്ലേലൂയ. അതിന്റെ തന്നെ തളർന്നു പോകരുത്. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെയൊക്കെ കഴിഞ്ഞ കാല ജീവിതം, പണ്ടത്തെ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഓർത്ത് നോക്കി, ഞങ്ങൾക്ക് ഒരുപാട് കഷ്ടതയുടെ വന്നവരാ, ഒരുപാട് ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പണ്ടൊക്കെ ജീവിക്കാൻ മാർഗമില്ലാതിരുന്നപ്പോൾ, അല്ലെങ്കിൽ അവൻ പട്ടിണി കൊണ്ട് ഞങ്ങൾ വലഞ്ഞ സമയത്ത് അടുത്ത പറമ്പുകാരന്റെ പറമ്പിൽ ചെന്നിട്ട് അവന്റെ പ്ലാവിൻ കീഴിൽ വീട് കിടക്കുന്ന ചക്കയുടെ കുരു പിറക്കിക്കൊണ്ടൊന്ന് പുഴുങ്ങി നിന്നിട്ടുള്ള കാലഘട്ടമുണ്ട്. പച്ചമുളക് എന്ന് പറയുന്ന കാന്താരി ചമ്മന്തി ഉടച്ചിട്ട് ആ ചക്കക്കുരു ഇരുന്നിട്ടുള്ള കാലങ്ങളുണ്ട്. പറഞ്ഞാൽ നിങ്ങൾക്ക് നാണം തോന്നും, പക്ഷെ എന്നെ സംബന്ധിച്ചൊരു നാണമില്ല കേട്ടോ. സംഭവം ജീവിതത്തിൽ കടന്നു വന്ന വഴികളാണ്. അങ്ങനെയുള്ള കാലഘട്ടത്തിലും ജീവിച്ചു വന്ന ഈ കാലഘട്ടത്തിൽ നിന്റെ ജീവിതത്തിൽ ഒരു പരാജയമാണ്, നീ തകർന്നു പോകരുതെന്നാണ്. ശരി, നമ്മൾ പരാജയത്തെ ജയിക്കണം. അവിശ്വാസത്തിന്റെ വാക്ക് പറയരുത്. യേശുവിന് വിശ്വാസത്തിന്റെ വാക്കുകളാണ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ചിലരുടെ ചിന്തകളെല്ലാം കർത്താവിങ്കലല്ല. ഹല്ലേലൂയ. അവരുടെ ചിന്തകളെല്ലാം സാത്താനെ കുറിച്ച്, പരാജയത്തെ കുറിച്ചാണ്. നമ്മുടെ ചിന്തകളെല്ലാം യേശു ക്രിസ്തുവിനെ ഏൽപ്പിച്ചു. നമ്മുടെ ചിന്തകളും മനോഭാവങ്ങളും നമ്മുടെ തീരുമാനങ്ങളും നമ്മുടെ സമർപ്പണങ്ങളും നമ്മുടെ നാളെക്കുറിച്ചുള്ളതും എല്ലാം നമ്മൾ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം. പരാജയത്തെക്കുറിച്ച് നീ ചിന്തിക്കുക പോലും ചെയ്യരുത്. പ്രൈസറോ. അത് ഈ സങ്കീർത്തനക്കാരൻ എല്ലായിടത്തും കാണിക്കുക. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഹല്ലേലൂയ, 27 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ 1 വാക്യം പറയും, യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഇതൊക്കെ ഒരു വെല്ലുവിളിയല്ലേ? ഒരു വെല്ലുവിളിയാ. നീ വെല്ലുവിളിക്കാവുന്നതാണ്. എന്നാൽ കള്ളു പിടിച്ചിട്ട് ഞാൻ വെല്ലുവിളിക്കുന്നത് സാത്താനിയാ കേട്ടോ. ഹല്ലേലൂയ. ദാവീദ് പറയാണ്, യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു. അപ്പം കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ രക്ഷയാണ്, അവൻ നമ്മുടെ വെളിച്ചമാണ്. ഹല്ലേലൂയ. വെളിച്ചമാണ്. യഹോവ എന്റെ നമ്മുടെ ജീവന്റെ ബലമാണ്. അതുകൊണ്ട് ഞാൻ ആരെ ഭയപ്പെടും? ഞാൻ ആരെ ഞാൻ ആരെ ഭയപ്പെടും? ഹല്ലേലൂയ. ആരെ ഭയപ്പെടും? ഭയപ്പെടുന്നു. നമ്മൾ ആരെയും ഭയപ്പെടാൻ വേണ്ട, ആരെയും പേടിക്കുകയും വേണ്ട.
കർത്താവാണ് നമ്മുടെ കൂടെ എന്ന് പറഞ്ഞാൽ 27 അല്ലെങ്കിൽ 27 അധ്യായ സംഗീത 27 പറയുന്നത് അനുസരിച്ച് നമ്മുടെ വെളിച്ചം കർത്താവാണ്. നാം അവനിലാകുമ്പോൾ നാമും വെളിച്ചമായി മാറുന്നു. നമ്മുടെ വെളിച്ചം കർത്താവാണ്. നമ്മൾ അവനിലാകുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മൾ വെളിച്ചമായി മാറും. ഹല്ലേലൂയ, സ്തോത്രം. വെളിച്ചമായി മാറും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ഒരിക്കലും ഭയപ്പെട്ടു പോകരുത്. ഇവിടെ കർത്താവിൽ വെളിച്ചമുണ്ട്, സംരക്ഷണമുണ്ട്, സഹായമുണ്ട്, കർത്താവിൽ ആശ്വാസമുണ്ട്, സ്വസ്ഥതയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഒന്നിനും ഭയപ്പെടരുത്. അതുകൊണ്ട് യേശു നമ്മുടെ വെളിച്ചമായി മാറിക്കഴിഞ്ഞ് നമ്മുടെ ഇരുള് മാറിപ്പോകുന്ന 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തി വെച്ച് പത്രോസ്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്നവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിതവർക്കും വിശുദ്ധ വംശവുമാകുന്നു, വിശുദ്ധ ജനവുമാകുന്നു. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴും നിങ്ങൾ ദൈവത്തിന്റെ ജനം. മുമ്പ് നിങ്ങൾ കരുണയില്ലാത്ത, ഇപ്പൊ നിങ്ങൾ ദൈവത്തിന്റെ കരുണയുള്ളവരാ എന്നൊക്കെ അവിടെ. അപ്പൊ അന്ധകാരത്തിലായിരുന്ന എന്റെ ജീവിതത്തിലെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന ഒരു നല്ല യേശുണ്ട്. ഹല്ലേലൂയ. അവിടെ നീ അന്ധകാരത്തിലല്ല, നീ വെളിച്ചത്തിലാ. നീ ക്രിസ്തുവിലാണോ? ക്രിസ്തുവിലാണോ? നീ ആരെയും ഭയപ്പെടണ്ട, ആരെയും നീ പേടിക്കണ്ട. കർത്താവ് നിന്റെ വെളിച്ചമായിട്ടുണ്ട്. ഇരുൾ നിറഞ്ഞ പാതയിലൂടെ നീ കടന്നുപോയാലും, ഹല്ലേലൂയ, മരണനിഴലിൽ താഴിലൂടെ കടന്നുപോയാലും, കൂരിൽ താഴിലൂടെ നീ കടന്നുപോയാലും ഒരനർത്ഥവും എനിക്ക് ഭവിക്കയില്ലെന്ന് ദാവീദ് പറഞ്ഞതുപോലെ മരണനിഴലിൽ താഴിലൂടെ കടന്നു പോകുന്ന സഹോദര സഹോദരി, നീ ലോകത്തെ ഭയപ്പെടരുത്. ഒരുപക്ഷെ നിന്റെ അടിതൊട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അടി പതറിപ്പോകുന്ന ഹല്ലേലൂയ ചില അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോകുന്ന, കാലിടറിപ്പോകുന്ന ചില സാഹചര്യങ്ങൾ കടന്നു വരാം. ഹല്ലേലൂയ. അങ്ങനൊക്കെ വരും. ഹല്ലേലൂയ. അടിമുടി നമ്മളെ സാത്താൻ ശോധന ചെയ്യുമെന്ന്. ഹല്ലേലൂയ. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിനക്കെതിരെ കടന്നു വരുമ്പോൾ സാത്താൻ നിന്നെ പല വിധത്തിൽ ശോധന ചെയ്യുമ്പോൾ നീ തകർന്നു പോകരുത്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഞാൻ ഈ കഴിഞ്ഞ നാളുകളിൽ എൻ്റെ കാലിന് ഭയങ്കര മരപ്പ്. ആ കാലിൻ്റെ മരപ്പ്, കാലിൻ്റെ വിളയിൽ ഭയങ്കര വേദന. ഞാനൊരു 2 സാധാരണ നമ്മുടെ ഗവൺമെൻറ് ക്ലിനിക്കൽ ഡോക്ടർമാരെ കണ്ട് അവർ കുറച്ച് മരുന്നൊക്കെ തന്നിട്ട് പറഞ്ഞു, അത് കഴിച്ചു നോക്ക് സാറേ, എന്നിട്ട് ഹല്ലേലൂയ അതുകൊണ്ട് കുറയുന്നില്ലെങ്കിൽ നമുക്ക് ന്യൂറോ ഒക്കെ കാണിക്കാമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ ഞാനെന്തായാലും വിശ്വാസത്താൽ ഞാൻ മരുന്നൊക്കെ ഉപയോഗിക്കുന്നതായതുകൊണ്ട് ഞാൻ ആ മരുന്നൊക്കെ കൊണ്ടുവന്ന ഗുളിയെ കഴിച്ച് അത് കഴിക്കുമ്പം കുറയും, പിന്നെയും പഴയതുപോലെ തന്നെയാണ്. പക്ഷെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ കർത്താവേ, കാലുകുത്തി നടന്നെങ്കിൽ മാത്രമേ ഞങ്ങളുടെ വേല ചെയ്യാൻ പറ്റത്തുള്ളൂ. കാലുകുത്തി നടക്കാതെ എനിക്ക് ലോകത്ത് സഞ്ചരിക്കാൻ പറ്റത്തില്ല. ഞാൻ നിൽക്കുന്ന ദേശത്ത് സഞ്ചരിക്കാൻ പറ്റത്തില്ല. ഞാൻ സുവിശേഷം പറയണം, ഞാൻ ലോകത്ത് നടക്കണമെങ്കിൽ, ഞാൻ എഴുന്നേറ്റ് പ്രസംഗിക്കണമെങ്കിൽ എൻ്റെ കാലുകൾക്ക് അവിടുന്ന് ബലം തരണം. അങ്ങനെ ഞാൻ എൻ്റെ കാലിൻ്റെ കൈവച്ച് പ്രാർത്ഥിച്ചു. കർത്താവ്, ഈ 2 കാലിന് വേളയിലെ ആ രോഗം മാറിത്തരണമേ, വേദന മാറിത്തരണമേ. അങ്ങനെ കർത്താവ് എനിക്ക് സൗഖ്യം തന്നു കേട്ടോ. ഇപ്പം നമ്മൾ ന്യൂറോയെ കാണാൻ പോയില്ല. നമ്മുടെ ആരായിരുന്നു? കർത്താവ് യേശുവായിരുന്നു. അപ്പം പല സാഹചര്യങ്ങളിലും നമ്മൾ രോഗം നിന്റെ ശരീരത്തിൽ കൊണ്ടിട്ടിട്ട് നിന്റെ ശിരസ് ഉള്ളങ്കാല് വരെ നിന്റെ ശരീരത്തെ വരിഞ്ഞു മുറുക്കുന്ന രോഗബന്ധനങ്ങൾ, രോഗത്തിന്റെ ശക്തികൾ നിന്നെ തകർക്കാൻ സാധ്യതയുണ്ട്. അവിടെ നീ തകരരുത്. ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നീ ജീവിച്ച് കാണിക്കണം. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പോയി. ആ വീട്ടിൻ്റെ അകത്ത് വളരെ സങ്കടകരമായ അനുഭവം, നിരാശയുടെ, ദുഃഖത്തിന്റെ. ആ സഹോദരനോട് പറഞ്ഞു, ഇനി മരണം മാത്രമേ ഉള്ളൂ പാസ്റ്റർ, എനിക്ക് ജീവിക്കണ്ട. അപ്പൊ ഞാനത് ചിരിച്ച മുഖത്തോടെ അതേറ്റെടുത്തു. ഹല്ലേലൂയ. കാരണം അവരുടെ സങ്കടത്തിൽ അവർ മനം തൊട്ട് പറയുമ്പോൾ ഞാനും അതിനോടുകൂടി ഇയ്യോബിന്റെ സ്നേഹിതന്മാർ ഇയ്യോബിനോട് കൂടെ ഇരുന്ന് ദുഃഖിച്ചതുപോലെ അല്ലെങ്കിൽ പരിഹസിച്ചതുപോലെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ആ വിഷയത്തെ ചിരിച്ച മുഖത്തോടെ കണ്ടിട്ട് സാവധാനം ഞാൻ അവരുടെ സുവിശേഷം പറഞ്ഞ് ദൈവജനം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ ദൈവത്തിന്റെ സ്വന്തമാണ്. അല്ലേ? നീ ആരെ ഭയപ്പെടണം, ആരെ പേടിക്കണം? വൈരികളും ശത്രുക്കളും വൈരികളുമായ ദുഷ്കർമ്മികളും നിന്റെ നേരെ കടന്നു വരും, ഒരു സൈന്യമായിട്ട് കടന്നു വരും. അതുകൊണ്ട് നീ ഭാരപ്പെട്ടു പോകരുത്. നീ ക്രിസ്തുവിനുള്ളതാണ്. മരണം കൊണ്ട് നിന്റെ പ്രശ്നം അതാണ് തീരുന്നില്ല. അല്ലേ? മരണം കൊണ്ട് വീണ്ടും ആ പ്രശ്നം വർദ്ധിക്കുകയുള്ളൂ. അതുകൊണ്ട് നീ കർത്താവിൽ വിശ്വസിക്കുകയെന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വളരെ സമാധാനമാണ്. അല്ലേരിയ. അത് നമ്മൾ പെട്ടെന്ന് ഉടനടി തീരുമാനം എടുക്കും, മതി എന്നൊക്കെ പറഞ്ഞ് ഇനി ജീവിക്കണ്ട, ഇനി ജീവിച്ചെന്നിട്ട് എന്താ കാര്യം? ഭർത്താവിന് വേണ്ട, മക്കൾക്ക് വേണ്ട, ഭാര്യയ്ക്ക് വേണ്ട, ആ വീട്ടിൽ ആർക്കും വേണ്ട, നാട്ടുകാർക്ക് വേണ്ട, സഭയ്ക്ക് വേണ്ട, പിന്നെ എന്തിനാ ജീവിച്ചിരിക്കുന്നതൊക്കെ തോന്നിപ്പോകാം കേട്ടോ.
അല്ലേരി അങ്ങനെ നീ കടന്നു പോകുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ നീ യേശുവിനെ ആശ്രയിക്കണം. പ്രൈസലോട് അല്ലേരിയ. നീ ഒരു കാരണവശാലും തകർന്നു പോകരുത്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്. ആമീൻ. ദാവീദിന്റെ വിശ്വാസ പ്രഖ്യാപനമാണ് 27:1 വാക്യം. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവന്റെ ജീവന്റെ വില ഞാൻ ആരെ പേടിക്കും? അല്ലേരിയ. എന്നിട്ട് ഈ ഭക്തൻ പറയാം, നിന്നാ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. അല്ലേരിയ. ഭക്തൻ പറയുക, ആമേ സംഗീത ഈ 18:29, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. അല്ലേരിയ. അപ്പം ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഏത് വൻമതിൽ നിനക്ക് ചാടി കടക്കാൻ പറ്റും. അല്ലേരിയ. ആമേ സ്തോത്രം. ഏത് പടക്കൂട്ടം നേരെ നിനക്ക് പാഞ്ഞു ചെല്ലാൻ പറ്റും. പടക്കൂട്ടം നിന്റെ നേരെ പാഞ്ഞു വരികയല്ല, നിനക്ക് പടക്കൂട്ടം നേരെ പാഞ്ഞു ചെല്ലാൻ പറ്റും. അല്ലേരിയ. അതിനാണ് ദൈവം നമുക്ക് കൃപയും അഭിഷേകമൊക്കെ തരുന്നത്. അതുകൊണ്ടാണ് ദാവീദിന്റെ കാലഘട്ടത്തിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ കൃപയും അഭിഷേകമൊന്നും അല്ല. ആ കാലഘട്ടത്തിൽ അവരോട് ദൈവം നേരിട്ട് സംസാരിച്ചുകൊണ്ട് ദൈവം ചില വെളിപ്പാടുകൾ ദർശനമൊക്കെ കൊടുക്കുക. പുതിയ നിയമസഭയ്ക്ക് ദൈവം അഭിഷേകം തന്നിട്ടുണ്ട്, കൃപ തന്നിട്ടുണ്ട്. നമുക്ക് ദാവീദിനോട് പറയാം, ദാവീദിനെ പോലെ പറയണം, നിന്നോ ഞാൻ പടക്കൂട്ടം നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ മതിച്ചാടി കടക്കുമെന്ന് ഈ സാത്താനെ നോക്കി പറയണം. സാത്താൻ വലിയൊരു ശക്തി തന്നെയാണ് കേട്ടോ. പക്ഷെ അവനെ നമ്മൾ ഭയപ്പെടാൻ പാടില്ല. അവനെ ഭയപ്പെട്ടാൽ അവൻ നമ്മെ കീഴ്പ്പെടുത്തും. അല്ലേലിയ. രണ്ട് മനുഷ്യർ തമ്മിൽ ഒന്നിച്ച് മല്ലടിക്കുമ്പോൾ ആ മല്ലടിക്കുന്നത് ഒരുത്തൻ പരാജയപ്പെട്ട മറ്റവൻ പരാജയപ്പെട്ട് കീഴ്പ്പെടുത്തുക എന്ന് പറഞ്ഞാൽ സാത്താനും നമ്മളുമായിട്ടുള്ള യുദ്ധം, ഈ ലോകവും നമ്മളുമായിട്ടുള്ള യുദ്ധം, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളും സാത്താനും അഥവാ ഈ ലോകമായിട്ടുള്ള യുദ്ധം എന്ന് പറഞ്ഞാൽ സാത്താൻ നമുക്ക് നേരെ യുദ്ധം ചെയ്യും, ഈ ലോകം നമുക്ക് നേരെ യുദ്ധം ചെയ്യും. അല്ലേരിയ. അത് വ്യക്തികളിലൂടെ കേട്ടോ. പക്ഷേ അവിടെ നീ ഭയപ്പെട്ടു പോകരുത്. അല്ലേരിയ. നമ്മൾ അതിനെ തകർക്കാനുള്ള അഭിഷേകമാണ് ദൈവം നിനക്ക് തന്നിരിക്കുന്ന രക്തം ചെയ്യും. അതുകൊണ്ട് നീ തളർന്നു പോകരുത്. സ്തോത്രം. ഇന്ന് അനേക കുടുംബങ്ങളുടെ പ്രശ്നം എന്താണ്? സാമ്പത്തികമായ ഞെരുക്കങ്ങളാ, കടക്കണികളാ. ആമി ഉള്ളത് മുഴുവൻ അല്ലെങ്കിൽ മദ്യം അടിച്ചും മയക്കുവിന് ലഹരിക്കും കൊടുത്തും കുടിച്ചും തിന്നുമൊക്കെ ആമി സകല കുടുംബങ്ങളും തകരുക. അല്പസ്വല്പം ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ സഹോദരന്മാരൊക്കെ കാണുന്നതല്ലേ, സ്വന്തം ഭാര്യയും മക്കളും ഒക്കെ വീട്ടിൽ ഇരിക്കുമ്പോൾ അവർ കടയിൽ നിന്നല്ല ആമി കുഴിമന്തി, അൽഫാം എന്ന് പറഞ്ഞ് തുടങ്ങിയ പുതിയ പുതിയ ഐറ്റങ്ങൾ മേടിച്ച് കഴിച്ച് അവർ വയറിറച്ച് വീട്ടിൽ ചെന്ന് കഥ പറയുന്നവരെയും കണ്ടിട്ടുണ്ട്. അല്ലേ? അങ്ങനെയുള്ളവർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ അങ്ങനെയൊന്നും ആകരുത്. നിന്റെ അധ്വാന ഫലം നിന്റെ കുടുംബത്തിനാണ്. നീ നിന്റെ ശരീരത്തെ തളർത്തിയിട്ടിട്ട് നിന്നെ ജോലി ചെയ്യിപ്പിക്കാതെ നിന്നെ ക്ഷീണിപ്പിച്ചിട്ട് നിന്റെ കുടുംബം പട്ടിണിയിലേക്ക് കൊണ്ടും പിശാച് ശ്രമിക്കും. അവിടെ നീ തകരരുത്. നീ നിന്റെ കുടുംബം സന്തോഷമായി ജീവിക്കണം, സ്നേഹത്തോടെ ജീവിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടെ ദൈവത്തിന് വചനം പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. സംഗീതക്കാരൻ പറയാണ്, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്ന് പറയുക. സങ്കീർത്തനം 16 അല്ലെങ്കിൽ 8 വായിച്ചത് കാണാൻ കഴിയും. അവിടെ ഇങ്ങനെ കാണുന്നു, അല്ലെങ്കിൽ ആമി സ്തോത്രം. അവിടെ ഇങ്ങനെ എഴുതിക്കുന്നു, അല്ലെങ്കിൽ സ്തോത്രം, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. അപ്പം ദൈവത്തെ എപ്പോഴും നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അവൻ നമ്മുടെ വലത്ത് ഭാഗത്തുണ്ട് എന്നുള്ളൊരു ഉറപ്പ് നിനക്കുണ്ടാകണം. അല്ലേരിയ. അതാണ് 8 വാക്യം പറയുന്നത്. 8 വാക്യത്തെ സാരമെന്നൊക്കെ പറയുന്നത് ദൈവിക സാന്നിധ്യത്തിന്റെ ബോധമാണ് ഭക്തന്റെ വിജയം എന്ന് പറയുന്നത്. ദൈവിക സാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ടെന്ന് നിനക്ക് വിശ്വസിക്കാൻ കഴിയണം. ദൈവ സാന്നിധ്യം ഇല്ലെങ്കിൽ നീ തകർന്നു പോകും. അല്ലേരിയ. ലോക മനുഷ്യൻ സംസാരിക്കുന്ന പോലെ നീ സംസാരിക്കരുത്. അല്ലേരിയ. ആമി മദ്യവും മയക്കുമരുന്ന് ലഹരിയും കുടിച്ച് സുബോധം നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കരുത്. അല്ലേരിയ. നിന്റെ മേൽ ദൈവ വിളിയുണ്ടെങ്കിൽ, നിന്റെ മേൽ അഭിഷേകമുണ്ടെങ്കിൽ, നീ ദൈവകൃപയിൽ നിൽക്കുന്നവനാണെങ്കിൽ ഒരു സൈന്യം നിന്റെ നേരെ വന്നാലും പാണയം വിടണം. ഒരു സൈന്യം എന്നൊക്കെ പറഞ്ഞാൽ 1 2 പറഞ്ഞ ഒരു സൈന്യം ഒരു വലിയ കൂട്ടമായിരിക്കും. അല്ലേരിയ. സ്തോത്രം. അവിടെ നിന്ന് തകരരുത് കേട്ടോ. നമ്മൾ ജയിച്ച് കാണിക്കണം. അല്ലെങ്കിൽ ജയോത്സവമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിന്റെ കുടുംബം ദാരിദ്ര്യത്തിലേക്ക് പോയാലും, ജോലി നഷ്ടപ്പെട്ടാൽ, ജോലി ഇല്ലെങ്കിലും, സാലറി കിട്ടിയില്ലെങ്കിലും, കുടുംബത്തിനകത്ത് പ്രതിസന്ധികൾ വന്നാലും, തലമുറകൾ പ്രതിസന്ധിയിൽ പോയാലും, കൃഷി നഷ്ടപ്പെട്ടാലും, ആടുമാട് കന്നുകാലികളൊക്കെ പോയാലും, വ്യാപാരത്തിൽ നഷ്ടം വന്നാലും, നിന്നെ മഹാരോഗിയാക്കാൻ ശത്രു ശ്രമിച്ചാലും നീ പതറിപ്പോകരുത്. അല്ലേരിയ. വലിയ യുദ്ധം നേരിടുന്നു. വലിയ യുദ്ധത്തിന് സമാനമായൊക്കെ വരുന്നത്. അതുകൊണ്ട് ദാവീദ്, എനിക്ക് യുദ്ധം നേരിട്ട് ഞാൻ നിർഭയനായിരിക്കും ദാവീദ് പറയുന്നത്. അതുകൊണ്ടാണ്
അതെ, നമ്മളങ്ങനെ ഒരു സാഹചര്യം കടന്നു പോകും. അല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ ദൈവത്തിന് വചനം വായിക്കും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് എപ്പോഴും പ്രതിസന്ധി, കുടുംബത്തിൽ പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, എല്ലാ മേഖലയിലും. അങ്ങനെ പൗലോസ് ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ കിടക്കുന്ന സമയങ്ങളിൽ ഫിലിപ്പിയ കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്നവരിടയിൽ നിന്ന് ഒരുപാട് പ്രതിസന്ധി പൗലോസ് അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. അല്ലേലിയ. കാരാഗ്രഹമല്ലേ, ജയിലല്ലേ, അതിനകത്ത് പ്രശ്നങ്ങളുണ്ട്, പ്രശ്നമുണ്ട്, വെല്ലുവിളികളുണ്ട്. അവിടെയും വലിപ്പം ചെറുപ്പം ആമി സീനിയോറിറ്റിയൊക്കെ അവിടെ ഉണ്ട്. അല്ലേലിയ. അതുകൊണ്ട് ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ പൗലൂസ് കിടക്കുന്ന സമയങ്ങളിലും പൗലൂസിന്റെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഏറി വന്നിട്ടുണ്ട്, പ്രതിസന്ധി കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പൗലൂസ് തളരുകയല്ല ചെയ്തത്. പൗലൂസ് എന്താ പറഞ്ഞത്? ഫിലിപ്പി ലേഖനം 4:13 എന്താ പറഞ്ഞത്? എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം സകലത്തിനും മതിയാകുന്നു. അത് ജയിലല്ല. ഈ ഇരുമ്പഴിക്കകത്ത് ഞാൻ കിടന്നാലും, എൻ്റെ കൈകാലുകൾ ചങ്ങല കൊണ്ട് ബന്ധിച്ചാലും, ആമത്തിലിട്ട് പൂട്ടിയാലും, അല്ലേലിയ, ചുറ്റും 4 വശത്ത് എനിക്ക് ഭീഷണി ഉയർന്നാലും, മൃഗയുദ്ധം എനിക്ക് നേരിട്ടാലും, ഏത് വിധത്തിലുള്ള പ്രതികൂലം എനിക്ക് വന്നാലും, ഈ കാരാഗ്രഹം പോലുള്ള പ്രയാസത്തിലൂടെ കടന്നുപോയാലും ഞാൻ ഭയപ്പെടത്തില്ല. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം സകലത്തിന് മതിയാകുന്നു. നീ അത് പറഞ്ഞുകൊണ്ട് നടക്കണം. രോഗം നിന്റെ ശരീരത്തിലൂടെ പറയണം, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം സകലത്തിന് മതിയാകുന്നു. നീ ഒരു ക്യാൻസർ രോഗിയായിരുന്നേക്കാം, ഒരു കിഡ്നി സംബന്ധമായ രോഗത്തിലായിരിക്കാം, ഒരുപക്ഷെ നിന്റെ ഹാർട്ടിന്റെ പ്രശ്നം, ലിവറിന്റെ പ്രശ്നങ്ങളായിരിക്കാം. അല്ലേലിയ. ഒരുപക്ഷെ അല്ലെ നിന്റെ ശരീരത്തിൽ നട്ടി നരമ്പ്, ജോയിന്റുകൾ, പേശികളിൽ, രക്തധമനികളിലൊക്കെ ഒരുപാട് പ്രതിസന്ധികൾ കാണാം. അല്ലേലിയ. മാരകമായ രോഗത്തിന് അധികമാണോ? ഇന്നത്തെ കാലഘട്ടത്തിൽ സഭയിലെ മനുഷ്യൻ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഒരുപോലെ വിഴുങ്ങിക്കൊണ്ടിരിക്കുക, തിന്നുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, അല്ലേലിയ, മരണം നിന്റെ മുമ്പിലുണ്ടെന്ന് നീ കാണുമ്പോൾ നീ പറയണം, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം സകലത്തിനും മതിയാകുമെന്ന് പറയുമ്പോൾ ആ വാചന ഒരു ഔഷധമായി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. ഈ വചനമൊക്കെ ചില സമയത്ത് നമുക്ക് ഭയങ്കര ഔഷധമായി മാറുന്നേ. അവിടെ ഒന്നിനെ ഭയപ്പെടരുത്, രക്തം ചെയ്യും. അപ്പം ഭയപ്പെടുത്തുന്ന അനവധി ചിന്തകൾ നിന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ ചിന്തകളെ അല്ല നീ ഏറ്റെടുക്കേണ്ടത്. നീ അവിടെ പറഞ്ഞ കർത്താവിന്റെ വെളിച്ചമാണ്. ലേരിയ. കർത്താവിന്റെ സങ്കേതമാണ്, അവൻ്റെ കോട്ടയാ. അവനെനിക്ക് അവന്റെ ജീവിതത്തെ സുരക്ഷിതമായി കാക്കുന്നവനാ. കർത്താവിനെ ചിന്തിപ്പാൻ കഴിയണം, യേശുവിനെ ചിന്തിപ്പാൻ കഴിയണം. അല്ലേരിയ. അവിടെ നിങ്ങൾ ഒരു കാരണവശാലും തകർന്നത്. അപ്പൊ എന്റെ ശക്തനാക്കുവാനും മുഖാന്തരം സകലത്തിന് മതിയാവുന്നുള്ള വാക്തത്വ വചനം നിങ്ങൾ വിശ്വാസത്തോടെ ഏറ്റുപറയണം. അങ്ങനെ വിശ്വാസത്തോടെ ഏറ്റുപറയുമ്പോൾ നീ പരീക്ഷയിൽ പതറിപ്പോകത്തില്ല. അവൻ ജയിക്കുവാനുള്ള കൃപ നിനക്ക് തരും. ഈ വാക്കിനകത്ത് ഈ എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം സകലത്തിനും മതിയാകുന്നു എന്ന് പറയുന്ന വാക്കിനകത്ത് ദൈവത്തിന്റെ ശക്തിയുണ്ട്, ദൈവത്തിന്റെ ബലമുണ്ട്, ദൈവത്തിന്റെ അഭിഷേകമുണ്ട്, ദൈവ സാന്നിധ്യമുണ്ട്, അതിനകത്ത് വാക്തത്വമുണ്ട്, വിടുതലുണ്ട്. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം പോലും കുരുങ്ങുവാൻ കഴിയുന്ന വലിയ ശക്തിയ വാക്യത്തിനകത്തുണ്ടെന്നാണ്. ലേരിയ. രക്തം ചെയ്യും. അവരുടെ പൗലോസിനെ ഇവലരിയ ശിലാസിന്റെ കാരാഗ്രഹത്തിലിട്ട് പൂട്ടി. അപ്പോസിനെ 25 വായിച്ചാലാണ്. അപ്പോസിനെ പൗലോസിനെ ചില കാരാഗ്രഹത്തിലിട്ട് പൂട്ടിയിട്ടും കൈകാലുകൾ ആമത്തിൽ ബന്ധിച്ചിട്ടും അവർക്ക് ഭാരമില്ല. കാരണം എന്നെ ശക്തനാക്കുവാൻ മുഖാന്തരം സകലത്തിനും മതിയാകുന്ന പൗലോസ് ഫിലിപ്പി ലേഖനത്തിൽ പറഞ്ഞതുപോലെ ഈ ഭക്തന്മാർ കാരാഗ്രഹത്തിൽ പറഞ്ഞു കാണും. പൗലോസ് പറഞ്ഞ, ശിലാസെ നീ പേടിക്കണ്ട, അല്ലേലിയ, നീ പേടിക്കണ്ട, നമ്മളെ ശക്തനാക്കുന്ന ദൈവമുണ്ട്. അവൻ ഇന്ന് കാരാഗ്രഹത്തിൽ അത്ഭുതം ചെയ്യും. അവൻ രാത്രി ദൈവത്തെ പാടി സ്തുതിക്കാൻ തുടങ്ങി. അല്ലേരിയ. ദൈവത്തെ പാടി സ്തുതിക്കാൻ തുടങ്ങി. കാരാഗ്രഹത്തിലുള്ളവർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അല്ലേരിയ. അല്പസമയത്തിനുള്ളിൽ അതുവരെ കാരാഗ്രഹത്തിൽ കിടക്കുന്ന തടവുള്ളിയും കാരാഗ്രഹപ്രമാണി കണ്ടിട്ടില്ലാത്ത അത്ഭുതം ഉണ്ടായി. അവർ കൂടിയിരുന്ന സർവ്വം ചെയ്ത് കുരുങ്ങി. അല്ലെങ്കിൽ അവർ കൈകളുടെ ചങ്ങലകൾ അഴിഞ്ഞു വീണോ? അവർ സ്വതന്ത്രമായി. അത് ശക്തനാക്കുന്ന ദൈവമുണ്ട്. സാത്താനിനെ ചങ്ങലയിട്ട് ബന്ധിക്കുന്നത് പോലെ ഒരുപക്ഷെ എന്നെ ബന്ധിച്ചേക്കാം. അല്ലേരിയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, അവിടെ നീ തകർന്നു പോകരുത്. നീ തകരാതിരിപ്പാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിന്റെ വചനം നമുക്ക് തരുന്നത്. ഞാൻ ഈ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ എന്നെ കേൾക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടാറുണ്ട് എൻ്റെ ജീവിതം എന്ന് പറയുന്നത്. പക്ഷെ എൻ്റെ ആശ്രയം മുഴുവൻ ദൈവവചനമാണ്. എൻ്റെ ശക്തി മുഴുവൻ ദൈവത്തിന്റെ വചനമാണ്. എൻ്റെ ബലം മുഴുവൻ ദൈവത്തിന്റെ വചനമാണ്. എൻ്റെ വാക്തത്വം, അവൻ്റെ അഭിഷേകം, എൻ്റെ മേൽ വ്യാപരിക്കുന്ന കൃപയാണ് ഞാൻ തളരാതെ നിൽക്കുന്നത്. അല്ലേരിയ. അല്ലെ പണ്ടേ നമ്മൾ തളർന്നൊരു താളടിയായി പോയനെ. പക്ഷെ അതിനിട വരാതെ കർത്താവ് പറഞ്ഞ്, ഞാൻ ജയിച്ചവനാ, ഞാൻ ജയോത്സവം കൊണ്ടാടിയവനാ, പിന്നെ നീ ഭൂമിയിൽ എന്തിനെ കുറിച്ച് ഭാരപ്പെടുന്നു? ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ട.
അല്ലേ? അതെ, നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് കേട്ടോ. സ്തോത്രം. സഹോദര സഹോദരി, യേശു നിന്നോട് കൂടെയുണ്ട്. അവൻ നിന്നെ സ്നേഹിക്കുന്നു, അവൻ നിന്നെ കരുതുന്നു. നിന്റെ സകല പ്രശ്നങ്ങൾക്കും അവൻ മറുപടി നൽകും. അതുകൊണ്ട് എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എടുക്കുമ്പോൾ അവർ ഇടറി വീഴും. അല്ലെങ്കിൽ ഒരു സൈന്യമെതിരെ പാളയം ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല, എനിക്ക് യുദ്ധം നേരിട്ടാൻ നിർഭയനായിരിക്കും എന്നൊക്കെ നീ പറയണം. വചനം നിന്റെ നാവിൽ നിന്ന് പുറത്തു വരട്ടെ. അപ്പൊ ഒരിക്കൽ എസ്കേൽ രാജാവിന് വിരോധമായി യുദ്ധം വന്നു. അപ്പോഴവൻ കർത്താവിന്റെ ആലയത്തിലേക്ക് ചെന്നു. തന്റെ ഹൃദയം കർത്താവിന്റെ സന്നിധിയിൽ തുറന്നു ശക്തമായി പ്രാർത്ഥിച്ചു. സംഭവിച്ചത് എന്താണ്? കർത്താവ് പ്രാർത്ഥന കേട്ട് ഒരു ദൈവദൂതനെ അശൂർ പാളയത്തിലേക്ക് അയച്ചു. അല്ലേലിയ. സ്വതം ഹിസ്കിയാവിന്റെ ജീവിതത്തിൽ അല്ലേയ വന്നപ്പോഴേക്കും അല്ലേലിയ ദൈവം ഒരു ദൂതനെ അയച്ചു. അല്ലേയ ദൂതം പുറപ്പെട്ട് എന്ത് ചെയ്തു? 1,85,000 പേരെ കൊന്നു. അല്ലേലിയ. അപ്പൊ ഇവിടെ ദൈവം നമുക്ക് സഹായമാണ്. അല്ലേയ. ദൈവം നമുക്ക് സഹായമായി മാറുമ്പോൾ നമ്മൾ ഒരിക്കലും തകർന്നു പോകരുത്. അല്ലേലിയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, യേശു നിങ്ങളുടെ വശത്ത്, നിങ്ങളുടെ വലത്ത് ഭാഗത്ത് ജയാളിയായി നിൽക്കുന്നുണ്ട്. തീർച്ചയായും അവൻ നിങ്ങളുടെ വലം കൈപിടിക്കും. നിങ്ങൾ ഭയപ്പെടുന്ന യാതൊരു കാര്യങ്ങളും നിങ്ങൾക്ക് നേരിടുകയില്ലെന്ന് അല്ല. ആകയാൽ തല ഉയർത്തി നിങ്ങൾ നടക്കണം. കർത്താവിനെ വിളിച്ചു പറയണം. യേശുവിനെ കുറിച്ച് പറയണം. യേശുവിനെ കുറിച്ച് നീ മറ്റുള്ള പറയണം. കണ്ണുനീർ താഴ്വരയിലൂടെ കടക്കുമ്പോൾ അവനതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻപടിയാൽ അനുഗ്രഹപൂർണ്ണമായി തീരുന്ന 84 സങ്കീർത്തനം അതിന്റെ 6 വാക്യം അങ്ങോട്ട് പോകാൻ സമയമില്ല. അല്ലേ? എങ്കിലും പറയട്ടെ, നീ തകർന്നു പോകരുത്. അല്ലേ? വായിച്ച വചനത്തിലേക്ക് വരട്ടെ. അല്ലേ? സ്തോത്രം. വായിച്ച വചനം എന്താണ്? 27 സങ്കീർത്തനം 3 വാക്യവ. ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല, എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയനായിരിക്കതെ. ഇന്ന് പകൽ നിനക്കെതിരെ കടന്നൊരു പ്രതികൂലത്തിന് തകർന്നു പോകരുത്. ജയിക്കണം. നിനക്കൊരു ജയം വെച്ചിട്ടുണ്ട്. കഷ്ടം മാറും, സങ്കടം മാറും, ദുഃഖം മാറും, നിന്റെ സ്ഥിതി മാറും, സാമ്പത്തിക ഞെരുക്കം മാറും, കടക്കടി മാറും, അല്ലെങ്കിൽ ജോലി കിട്ടും, ജോലിയിലെ പരാജയം മാറും. കേരളത്തിലോ ഭാരത വിദേശ രാജ്യത്തിലോ നീ കഷ്ടം സഹിക്കുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം തരാൻ പോകുക. എൻ്റെ കുടുംബത്തിന്റെ പ്രശ്നം ദൈവം പരിഹരിക്കുന്ന തലമുറയുടെ മദ്യപാനം, എൻ്റെ ഭർത്താവിന്റെ മദ്യപാനം മാറ്റി, എൻ്റെ ഭാര്യയുടെ വഴിവിട്ട ജീവിതം മാറ്റി, എൻ്റെ കടക്കണിയെ മാറ്റി ദൈവം ഇതിനെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു. അല്ലേലിയ. നീ ഏത് സാഹചര്യത്തിൽ കഷ്ടം സഹിച്ചാലും അതിൽ ഒരു വിജയം ദൈവം തരാൻ ആഗ്രഹിക്കുക. അവിടെ എന്നോടൊപ്പം ചേർന്ന് പറ, ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങി അവൻ്റെ ഹൃദയം ഭയപ്പെടുകില്ല, എനിക്ക് യുദ്ധം നേരിട്ടാൽ ഞാൻ നിർഭയനായിരിക്കും. ഇത് പറഞ്ഞ പോലെ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാണ്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് ഈ വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ ഭാരത ലോകരായ 800 കോടി ജനത്തിനായി തലമുറക്കർത്തായി ശൈശോദ്യം ബാലി കൗമാരി യുവനത്തിൽ വളർത്തി രാൻപുരത്തിലെ യാചകർ, ഓർഫനേജ്, ഹോട്ടൽ, തടവറയിലായിരിക്കുന്ന കർത്താവിയെ രാജ്യരാഷ്ട്ര തലമുറക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവിയെ എല്ലിയ എല്ലാ ജാതി മത വർഗമുണ്ട് വ്യത്യാസം എല്ലാ ജനതയും കുടിലോട്ട് കൊട്ടായവർ പാർക്കുന്ന എല്ലാവരെയും വലിയവരെയും ചെറിയവരെയും എല്ലാ ഭാഷക്കാരെയും എല്ലാ ഗോത്രക്കാരെയും എല്ലാ ഗോത്രഭാഗങ്ങളെയും ആദിവാസി ട്രൈബൽ മേഖല ആയിരിക്കുന്ന എല്ലാ ജനത എല്ലാ ദ്വീപവാസികളെയും അവരുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവി ആരെ തകരുത്. മനുഷ്യനെ തകർക്കുന്ന ശത്രു സൈന്യം വരിക ആമി സാത്താൻ പല രൂപത്തിലും ഭാവത്തിലും വേഷത്തിലും മനുഷ്യന്റെ ജീവിതത്തെ തകർക്കാൻ കടന്നിരുമ്പോൾ അതിന് തടിഞ്ഞാറ് പ്രിയപ്പെട്ട തകർന്നു പോകാതെ കർത്താവിനെ ആശ്രയിച്ച് ജയം പ്രാപിപ്പാൻ ഞങ്ങളുടെ ദൈവമക്കളെ ഒരുക്കണമേ. പ്രതിസന്ധികളിൽ തളരുവാനല്ല, പ്രതിസന്ധികളും ജയിപ്പാനുള്ള കൃപ കൊടുക്കണമേ. ഈ നാളിൽ കർത്താവ് ചൂരിയില്ലാതെ മാറും, സമരമില്ലാതെ മാറും, താമെ കടക്കടിയാൽ ജപ്തി നടപടി നേരിട്ടവർ, ശരീരം മുഴുവൻ രോഗത്താൽ ഭാരപ്പെടുന്നവർ, കർത്താവ് കൃഷിയിലും ബിസിനസ്സും ഒക്കെ പരാജയപ്പെട്ടവരുടെ കുടുംബജീവിതം തകർന്നവരുണ്ട്. കർത്താവിലേക്ക് നടുവിൽ എല്ലാവരെയും ദൈവസാന്നിധ്യം നയിക്കണമേ. ദൈവത്തോട് നിറയ്ക്കണമേ. ആരും തകരുവട്ടയാകരുത്. സംരക്ഷിക്കുന്നവരായ കർത്താവിന്റെ കരം എല്ലാ ദൈവമക്കളും വീരും എല്ലാ ജനത്തിനും പകരട്ട്. ആരെങ്കിലും തകർന്ന ക്ഷീണമായിരിക്കുന്നുണ്ടെങ്കിൽ ആമി നാളെ എന്ത് ചെയ്യും, പ്രഭാതത്തിൽ എന്ത് ചെയ്തു ഓർത്ത് ഭാരപ്പെടുന്നെങ്കിൽ കർത്താവർക്ക് സമാധാനം കൊടുക്കണമേ. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുക്കണമേ. ആരും ക്ഷീണിച്ചു പോകരുത്. പാങ്കർ മുഖത്ത് ആരും ലജ്ജിച്ചു പോയിട്ടില്ലല്ലോ, അവർക്ക് ദൈവം വിടിവിച്ചിട്ടുണ്ടല്ലോ. ഇന്ന് പകൽ ഒരു അത്ഭുതം വിടലും കൊടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.